മെറ്റാ ആഡ്സ് റൺ ചെയ്യുന്ന ഭൂരിഭാഗം ബിഗിനേഴ്സിനും ഈ ഒരു ഓപ്ഷനെ പറ്റി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് വലിയ ധാരണയില്ല. ഇനി ഉള്ളവർ പോലും പലപ്പോഴും അത് ഉപയോഗിക്കാറില്ല, അത് യൂട്ടിലൈസ് ചെയ്യാറില്ല. എന്താണെന്നല്ലേ, അത് അറിയുന്നതിന് മുന്നേ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്ത് വെച്ചു. ആക്ച്വലി നമുക്ക് മെറ്റാ ആഡ്സ് മാനേജറിനകത്ത് നമ്മൾ പലപ്പോഴും അത് യൂസ് ചെയ്യുമ്പോൾ നമ്മൾ റിസൾട്ട്സ് നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇൻബിൽട്ട് അല്ലെങ്കിൽ സെറ്റ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് ഡാഷ്ബോർഡാണ് നമ്മൾ ഉപയോഗിക്കാറുള്ളത്. അത് മതി ആക്ച്വലി. അത് നമുക്ക് റിസൾട്ട്സ്, കോസ്റ്റ് പെർ റിസൾട്ട് അല്ലെങ്കിൽ എമൗണ്ട് സ്പെൻഡ്, ബഡ്ജറ്റ്, ഇംപ്രഷൻ, റീച്ച്, എന്നാണ് സ്റ്റാർട്ടഡ്, ഓൺ ഗോയിങ് ആണോ, അതുപോലെ തന്നെ അട്രിബ്യൂഷൻ സെറ്റിംഗ്സ് എന്താണ്, ബിഡ് സ്ട്രാറ്റജി എന്താണ്, ഈ വക കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ അതിനപ്പുറത്തേക്ക് നമുക്ക് ഒന്നുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ഈ കാര്യങ്ങളുടെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടെ നമുക്ക് മെട്രിക്സും കാര്യങ്ങളൊക്കെ ബ്രേക്ക് ഡൗൺ ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ പലരും ഇപ്പോഴും യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. അതായത് നമുക്കൊരു കംപ്ലീറ്റ് ലൈക്ക് ഈ ഒരു സംഭവം, ഈ ഒരു ഡാഷ്ബോർഡ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇനി അതല്ല, അത് തന്നെ ട്രൈ റിപ്പോർട്ട് ടെംപ്ലേറ്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ഓൾ ലെവൽസ് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ്, ഒരുപാട് മെട്രിക്സ്, ഒരുപാട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ ഇതിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ ഓരോ ക്യാമ്പയിന്റെയും എത്രത്തോളം റിസൾട്ട് ഉണ്ട് നമുക്ക് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പൊ നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ഡൗൺസ് എടുത്തിട്ട് അതിൽ മെട്രിക്സ് ഉണ്ട്, ബ്രേക്ക് ഡൗൺസ് ഉണ്ട്. അപ്പൊ നമുക്ക് ഒരു മെട്രിക്സ് ഈ ഒരു ഡാഷ്ബോർഡിലോട്ട് ആഡ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മെട്രിക്സിന്റെ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് അത് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പൊ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ക്യാമ്പയിനിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഏത് ലൊക്കേഷനിൽ നിന്നാണ് വന്ന് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾ അനലിറ്റിക്സ് കണ്ടു ചെയ്ത് നമുക്ക് ലൈക്ക് നമ്മൾ അനലിറ്റിക്സ് ഉണ്ടെന്ന് നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും. അല്ല നമുക്ക് ഇവിടെ ഒരു കൺട്രി അല്ലെങ്കിൽ ഏജ്, ജെൻഡർ, പ്ലാറ്റ്ഫോം വൈസ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് വൈസ്, ഇനി അല്ല നമുക്ക് ക്രിയേറ്റീവ്സിന്റെ കാര്യങ്ങൾ ലൈക്ക് ഏതൊക്കെ ആഡ് ക്രിയേറ്റീവ്സിനാണ് കൂടുതൽ റിസൾട്ട് കിട്ടിയെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ജസ്റ്റ് അത് എനേബിൾ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു ഡാഷ്ബോർഡ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആഡ് ക്രിയേറ്റീവ് ലൈക്ക് നമ്മൾ എ ബി ടെസ്റ്റിംഗ് ചെയ്യാൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മൾ മറ്റ് ഡൈനാമിക് ക്രിയേറ്റീവ് ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഡാഷ്ബോർഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. പക്ഷെ പലരും ഇത് യൂസ് ചെയ്യുന്നില്ല എന്നതാണ് ഇതിന്റെ ഒരു സത്യാവസ്ഥ. സോ നിങ്ങൾ ഒരു മെറ്റാഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്യാമ്പയിൻസിന് നല്ല റിസൾട്ട് കിട്ടുന്നില്ല, പലപ്പോഴും നമ്മൾ ഓരോന്ന് അനലൈസ് ചെയ്യുന്നതിന് പകരം നമ്മുടെ ഡിഫറന്റ് ആയിട്ടുള്ള ക്യാമ്പയിൻസ് തമ്മിലുള്ള വ്യത്യാസം, അത് തമ്മിലുള്ള ഡിഫറൻസ്, ഇപ്പോൾ ഒന്നിന് CTR കൂടുതൽ എന്തുകൊണ്ട് കിട്ടി നമുക്ക് ഒരു ക്യാമ്പയിന് മാത്രം അനലൈസ് ചെയ്ത് മനസ്സിലാവില്ല. നമ്മൾ ആ മുന്നേ ചെയ്ത ഒരു ക്യാമ്പയിന് കൂടെ അനലൈസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു ക്യാമ്പയിൻ തന്നെ 2 ആഡ്സ് സെലക്ട് ചെയ്തിട്ട് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഈ ഒരു ഡാഷ്ബോർഡ് കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക മെറ്റാഡ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ. സോ ഇതുപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് അക്കൗണ്ട് ഫോളോ ചെയ്തിടുക.